അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ ന്യൂയോർക്ക് അമേരിക്ക വീഡിയോയുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ ഒരു റൂഫ് ടോപ്പ് ബസ് യാത്രയായിരുന്നു, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ നമ്മൾ ഇന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാനായിട്ടുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബോട്ടിൽ നമ്മുടെ ആ ഒരു പാക്കേജിനകത്ത് ബസ് ട്രിപ്പും ഈ ഒരു ബോട്ട് യാത്രയും എല്ലാം കൂടെ ഒറ്റ പാക്കേജാണ്. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. ഈ ബോട്ടിൻ്റെ മേളിലത്തെ ഏരിയ ഫുള്ള് ആൾക്കാർ കൈയടക്കിയാണ്. നമുക്ക് മേളിൽ ഇരിക്കാനോ നിൽക്കാനോ ഉള്ള സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ താഴെ ഈ ഒരു സ്പേസ് നമുക്ക് കിട്ടി നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഇരുന്നാലും നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാം. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സൈഡിലുള്ള മനോഹരമായ ബിൽഡിങ്ങുകൾ, സ്കൈ സ്ക്രൈപ്പേഴ്സ് എല്ലാം നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ. ബോട്ടിൻ്റെ ഈ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതാ നമുക്ക് ദൂരെ നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമുക്ക് കാണാം. നമ്മൾ അതിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. നമ്മളവിടെ ഇറങ്ങുന്നില്ല. നമുക്കവിടെ ഇറങ്ങാനുള്ള ഓപ്ഷൻ നമ്മുടെ ഈ ഒരു ബോട്ട് ട്രിപ്പിലില്ല. വേറെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ വേറെ കമ്പനികളൊക്കെ അവിടെ നമുക്ക് ആ ഒരു ഐലൻഡിൽ ഇറങ്ങാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു റൂഫ് ടോപ്പ് ബസ്സിൻ്റെ ആ ഒരു പാക്കേജിൽ നമുക്ക് അവിടെ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇത്ര അടുത്ത് നമുക്ക് ബോട്ട് നിർത്തി തരാം. നമ്മളവിടെ നിന്ന് കാണുക. കണ്ടതിന് ശേഷം നമുക്കിപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഭയങ്കര ദൂരെയായിട്ടല്ല, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ കുറച്ചും കൂടെ അടുത്തായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ വേറെയും ഒത്തിരി ക്രൂയിസ് ഷിപ്പുകൾ ടൂറിസ്റ്റുകളെയും കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ കേസ് നമ്മൾ ഈ ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ അവിടെ ഏകദേശം 20 മിനിറ്റോളം നിർത്തി. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളുടെ എവിടെയാണോ നമ്മൾ ബോട്ടിൽ കയറിയത് അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ യാത്ര ഏകദേശം നമുക്ക് കഴിഞ്ഞു. നമുക്കിനിയുള്ളത് നമുക്ക് മാഡം ടുസാറ്റിൻ്റെ അവിടെ മെഴുക് പ്രതിമകൾ കാണുക എന്നതാണ് നമ്മളുടെ അടുത്ത പരിപാടി. അപ്പോൾ അത് ഏകദേശം രാത്രിയോടുകൂടി ആ പരിപാടി തീർത്ത് നമ്മൾ ഹോട്ടൽ റൂമിൽ തിരിച്ചു പോയി നെക്സ്റ്റ് ഡേയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണുകയാണ് നമ്മളുടെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ ആ ഒരു യാത്ര ബോട്ടിലുള്ള യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ന്യൂയോർക്കിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് തിരിച്ച് വീണ്ടും പോവുകയാണ്. പോകുന്ന വഴിയിലാണ് നമുക്കിത് ഗൂഗിളിൻ്റെ ഓഫീസ് നമുക്കിവിടെ കാണാം. ന്യൂയോർക്കിലുള്ള ഗൂഗിളിൻ്റെ ഓഫീസാണിപ്പോൾ. അങ്ങനെ ആ ഒരു ഏരിയയിൽ നമ്മൾ ചെറിയ ചായ കുടിക്കൊക്കെ വേണ്ടി നിർത്തി ചായ കുടി ഒക്കെ കഴിഞ്ഞ് ഈവനിങ്ങിലെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് വീണ്ടും ബസ്സിൽ നമ്മൾ വന്നിറങ്ങിയ ഒരു ഏരിയയിൽ അവിടെ തന്നെയാണ് നമ്മുടെ മാഡം ടുസാറ്റിൻ്റെ ഇതുള്ളത്. മെഴുക് പ്രതിമകളുടെ ആ ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ നമുക്കുള്ളത്. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ യാത്ര തിരിക്കുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ന്യൂയോർക്കിലെ ഈവനിങ് തിരക്കുകളൊക്കെ കണ്ട് അല്ലെങ്കിൽ ബിൽഡിങ്ങുകളും പല ഷേപ്പിലും സൈസിലുമുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ മുമ്പോട്ട് പോവാം. पानी में नरलो जे जाइनी सारा पानी पी जाइनी. അങ്ങനെ നമ്മൾ ഏകദേശം മാഡം ടുസാറ്റിൻ്റെ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തി. നമുക്ക് കുറച്ച് ദൂരം മാറ്റിയാണ് നമ്മുടെ ബസ് നിർത്തിയത്. അപ്പോൾ നമുക്ക് ബസ് നിർത്തിയ സ്ഥലത്ത് നിന്നും നമുക്ക് നേരെ മാഡം ടുസാറ്റിൻ്റെ ഷോപ്പിലേക്ക് നമുക്ക് പോകാം. അവിടെ നമുക്ക് ന്യൂയോർക്കിലെ ട്രാഫിക് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ആ മാഡം ടുസാറ്റിൻ്റെ സ്റ്റുഡിയോയുടെ പുറത്തെത്തി. നമുക്ക് പുറത്ത് നമ്മുടെ ഡോണി ജോൺസൺ, നമ്മുടെ റോക്കാണ് നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടെ നിൽക്കുന്നത്. കയറി കഴിഞ്ഞാൽ ഇങ്ങേരുടെ പേര് ജിമ്മി ഫെല്ലൺ എന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ, ഇത് മ്യൂസിക്കിലെ പുതിയ ആൾക്കാരെ നമുക്കറിയത്തില്ല. നമ്മളുടെ
JK റോളിങ്ങിൻ്റെ ഹാരി പോട്ടർ സീരീസിലെ വ്യക്തിയാണ്. ഇത് റിക് ഫ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എല്ലാ ആൾക്കാരെയും നമുക്കറിയില്ല, അറിയാവുന്ന ആൾക്കാരുടെ പേരൊക്കെ ഞാനിവിടെ പറയാം. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു. താഴെ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ ഇത്രയും ആൾക്കാരെ നമുക്ക് കാണാം. അങ്ങനെ മേളിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്സ് കയറി പോകണം. ഏകദേശം ഒരു 9 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ആണിത്. അതിൽ നമുക്ക് 2-3 ഫ്ലോറുകളിലാണ് മെഴുകു പ്രതിമകൾ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ ഫ്ലോറിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് 2-3 ഫ്ലോറുകൾ നമുക്കില്ല. മൈക്കിൾ ജാക്സനെ നമുക്കിവിടെ കാണാം. പിന്നീട് 5ാമത്തെ ഫ്ലോർ മുതൽ 9ാമത്തെ ഫ്ലോർ വരെയാണ് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കിവിടെ നിന്നാൽ പ്രിൻസ് ഹാരി അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ കൊടുക്കുക. ഞാൻ റോങ് ആയിട്ട് ആരുടെയെങ്കിലും പേര് പറയുന്നെങ്കിൽ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ട് അത് ഇന്നയാളല്ല എന്ന് പറഞ്ഞ് കൊടുക്കുക. വേറെ ആൾക്കാർക്കും അതൊരു ഹെൽപ്ഫുള്ളായി തീരും. അപ്പോൾ നമുക്ക് അങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലൂടെ ന്യൂയോർക്കിലെ ആ ഒരു സ്ട്രീറ്റ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ പെൻ സ്റ്റേഷനടുത്തുള്ള ആ ഒരു സ്ഥലം. ഇവിടെയാണ് നമുക്ക് മാഡിസൺ സ്ക്വയർ ഗാർഡൻ എല്ലാം നമ്മൾ 2ാമത്തെ വീഡിയോയിൽ കണ്ടത്. ഇദ്ദേഹം ആരാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. അങ്ങനെ നമ്മൾ ഓരോരോ സെക്ഷൻ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. ആദ്യത്തെ സെക്ഷനിലേക്ക് നമ്മൾ കയറുന്നു. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു സൗണ്ട് കേൾപ്പിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് നമ്മളത് കേൾപ്പിക്കാം. ഇതിനകത്തൊരു വൈബ് ഇങ്ങനെയാണ്, അങ്ങനത്തെ ഒരു മ്യൂസിക്കിലാണ്. പക്ഷേ നമ്മളത് നമ്മുടെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ ഒരു മ്യൂസിക് നമ്മൾ ഒഴിവാക്കുന്നു. ഈ ഒരു ഫ്ലോറിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴിങ്ങനെ കുറച്ച് നമ്മുടെ പ്രശസ്തയായ ഐശ്വര്യ റായിയെ നമുക്കിവിടെ കാണാം. അല്ലാതെ ഒത്തിരി ഇൻ്റർനാഷണൽ സിംഗേഴ്സിനെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൽമാ ഹേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. മിക്ക ആളുകൾ ഇത് കാർഡി ബി അല്ലേ ആണോ? അങ്ങനെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ ടോം ക്രൂസ്, അറിയാവുന്ന ആൾക്കാരുടെ പേരൊക്കെ നമുക്ക് പറയാം അല്ലേ. ടോം ക്രൂസ്, ഐശ്വര്യ റായ്, പ്രിയങ്ക ചോപ്ര. ഐശ്വര്യ റായ് ഈ ഫ്ലോറിൻ്റെ താഴെ തന്നെയാണ്, പ്രിയങ്ക ചോപ്ര മേളിൽ. അങ്ങനെ ആ ഒരു ഫ്ലോർ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിൽ വന്നാൽ നമുക്ക് കുറേ മ്യൂസീഷ്യൻസിൻ്റെ ഒരു ഏരിയ ആണ്. അവിടെ നമുക്ക് മ്യൂസീഷ്യൻസിനെയും ഇതുപോലെ കലാപരമായി ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫ്ലോറിൽ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫാൻറ്റസി ജോൺറയിലുള്ള ആളുകളെയൊക്കെ അല്ലെങ്കിൽ സിനിമകൾ ഒക്കെ നമുക്ക് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാച്ചുകളും മെഴുകു പ്രതിമകളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫാൻറ്റസിയും കടന്ന് നമ്മൾ ഹൊറർ ഫീലുകളുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മകന് അത്ര പേടിയായി. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ അധികം നമ്മൾ കവർ ചെയ്തില്ല, കൂടുതൽ സ്കിപ്പ് ചെയ്ത് പോയി. ഇവിടെ നമുക്ക് തന്നെ ലയൺ കിങ് എന്ന മൂവിയിലെ ഒരു ക്യാരക്ടറിനെ കാണാം. ഇതാരാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. നമ്മുടെ ജാക്കി ചാൻ, നമ്മുടെ അമിതാഭ് ബച്ചൻ, അപ്പുറത്തെ ഷാറുഖ് ഖാനെ കാണാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ചാർലി ചാപ്ലിൻ. പിന്നെ ഇത് ഗെയിംസിലെ 1-2 ആൾക്കാർ, നമ്മുടെ ടെർമിനേറ്റർ, അർണോൾഡ് ഷ്വാർസ്നെഗർ. പിന്നെ ഇതേതോ പ്രശസ്തമായ ഓൾഡ് സിനിമകളിലെ ആളുകൾ. ഇതേതോ ഒരു പ്രസൻറ്ററാണിത്, നമ്മുടെ ജിമ്മി ഫെല്ലൺ തന്നെയല്ല ഇങ്ങനെയുള്ള പേര്. യെസ്, ജിമ്മി ഫെല്ലൺ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് വേറെ ഏതോ ഒരു ന്യൂസ് ഷോ അല്ലെങ്കിൽ ഷോയുടെ ആളുകളാണ്. ടി വിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ പ്രഗത്ഭരായ ആൾക്കാർ, നമ്മുടെ ഏണസ്റ്റ് ഹെമിംഗ്വേ. ഇതാരാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ബാബ രാംദേവും ദലൈലാമയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇദ്ദേഹം ആരാണ് എനിക്കറിയില്ല. ഇത് രാജകുടുംബത്തിലെ ആളുകൾ, ക്വീൻ എലിസബത്ത്. അങ്ങനെ നമ്മൾ ഒരു രാഷ്ട്രീയം, മതം
എന്നുള്ള ആ ഒരു ഫീൽഡിലുള്ള ആളുകളെ നമുക്കിവിടെ കാണാം. യാസർ അറാഫത്ത്, മാർപ്പാപ്പ, അങ്ങനെ ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാം. ബാരക് ഒബാമ, എല്ലാവരും നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ തന്നെ പരിപാടി. എല്ലാവരും വരിക, ഫോട്ടോ എടുക്കുക, പ്രശസ്തരുടെ കൂടെ എല്ലാം നിന്ന് ഫോട്ടോ എടുക്കുക. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ തെറ്റിപ്പോകാറുണ്ട്. ഇവരെല്ലാം ഏകദേശം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴും ചെയ്യാറുണ്ട് ചില സമയത്ത്. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ അനങ്ങാൻ നിന്നാൽ നമ്മൾ ചിലപ്പോൾ മെഴുകുന്ന പ്രതിമയാണെന്നൊക്കെ വിചാരിച്ച് പോകും. ഓക്കെ, ഇവിടെയാണ് ആക്ച്വലി നമ്മൾ ഹൊററിൻ്റെ ഏരിയയിലേക്ക് കയറുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്, ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഗോസ്റ്റ് ബസ്റ്റേഴ്സിലെ 1-2 ക്യാരക്ടേഴ്സിനെ കാണാം. ഇത് കൂടാതെ ഉള്ളിലേക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മളപ്പോൾ അധികം ഈ ഒരു ഏരിയയിൽ നമ്മൾ അധികം നിന്നില്ല, നമ്മുടെ മകനെ പേടിയുള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ മാർവലിൻ്റെ ഏരിയയിലാണ്. അയൺ മാൻ, ക്യാപ്റ്റൻ അമേരിക്ക. അതുപോലെ നമ്മുടെ ഹൾക്ക് അല്ലെങ്കിൽ ഗ്രൂട്ട്, അതുപോലെ ബ്ലാക്ക് പാന്തർ എല്ലാം ഇച്ചിരി ഒരു ഡാർക്ക് ഏരിയയിലാണ്. നമ്മുടെ മകൻ ചെറിയൊരു റാംബോ ഒക്കെ നടത്തി. എല്ലാ കുട്ടികൾക്കും ഇതുപോലെ റാംബോ ഒക്കെ നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. അതുപോലെ നമ്മുടെ ക്രിക്കറ്റിംഗ് ഏരിയയിൽ സച്ചിൻ തെണ്ടുൽക്കർ, ടൈഗർ വുഡ്സ്, അങ്ങനെയുള്ള പ്രഗത്ഭരെ നമുക്കിവിടെ കാണാം. റൊണാൾഡോ, മെസ്സി മുതലായവർ ഉണ്ടായിരുന്നു. എങ്ങനെയോ ഞാനത് വീഡിയോയിൽ മിസ്സായെന്ന് എനിക്ക് തോന്നുന്നു, റൊണാൾഡോയും മെസ്സിയും. എഡ് ഷീരൻ, മൈക്കിൾ ജാക്സന്റെ വേറൊരു സ്റ്റാച്യു. അങ്ങനെ നമ്മൾ ഏകദേശം മാഡം തുസാഡിൻ്റെ ഏരിയ നമ്മൾ കവർ ചെയ്തു. അങ്ങനെ പുറത്ത് വന്നു. ലാസ്റ്റ് നമ്മൾ കണ്ടത് ഏകദേശം എന്താണ്, ആ ഒരു എക്സിറ്റിനുള്ള ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഹാരി പോട്ടറിൻ്റെ ഒരു ഷോപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഹാരി പോട്ടർ ഗുഡ്സൊക്കെ കിട്ടും. നമ്മളവിടെ ഒന്നും കയറിയില്ല. ഇനി നമുക്ക് ടൈം സ്ക്വയറിലേക്കാണ് പോകാനുള്ളത്. ടൈം സ്ക്വയറിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു വലിയൊരു ക്രൗഡ് തന്നെയാണ് അവിടെ നമുക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ ടൈം സ്ക്വയർ പോയി കാണാൻ പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ക്രൗഡഡാണ്. അങ്ങനെ ടൈം സ്ക്വയറിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ടൈം സ്ക്വയർ എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് ടൈം സ്ക്വയർ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫുൾ അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകളും ഒത്തിരി സിനിമകളും, ഇംഗ്ലീഷ് സിനിമകളും ഹോളിവുഡ് ചിത്രങ്ങളും ഒക്കെ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ടൈം സ്ക്വയറിൽ. അങ്ങനെ മൂന്നാമത്തെ വീഡിയോയുടെ കൂടി ഗൈസ് നമ്മൾ ടൈം സ്ക്വയർ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനിയും നമുക്ക് 1-2 പാർട്ടുകൾ കൂടി കാണും വീഡിയോയിൽ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ മറക്കണ്ട. ചാനൽ നമ്മൾ പതിയെ മുമ്പോട്ട് കൊണ്ടുവരും. അപ്പോൾ കാണാം ഗൈസ്, ബൈ ബൈ, ടേക്ക് കെയർ.